ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ മുട്ട അവിയൽ തയ്യാറാക്കാം. മുട്ട അവിയലിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് പുഴുങ്ങി തൊണ്ട് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, 3 മുരിങ്ങാക്കോല്, ഇത്രയുമാണ് ഇതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത്. പിന്നെ പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതെല്ലാം ഞാൻ ഓരോന്ന് എടുക്കുന്ന സമയത്ത് പരിചയപ്പെടുത്താം. ആദ്യം നമുക്ക് ഈ മുരിങ്ങാക്കോലിനെ ഒന്ന് നുറുക്കിയെടുക്കാം. ഇത് അവിയലിൻ്റെ പാകത്തിലും ഇത്തിരി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്താൽ മതിയാകും. ഇതുപോലുള്ള ഓരോ കഷ്ണങ്ങളാക്കി എടുക്കാം. മുരിങ്ങക്കോലെല്ലാം നുറുക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയെടുക്കാം. ഈ തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തേക്കാം. തക്കാളി ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കണ്ട. ഒരു ഇതുപോലെ പകുതിയിലെ 4 പീസാക്കി മുറിക്കുക. ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കി വേണം മുറിച്ചെടുക്കാനായിട്ട്. സാമ്പാറിലൊക്കെ ഇടുന്ന പോലുള്ള കഷ്ണങ്ങൾ. നമ്മളുടെ കഷ്ണങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി കഷ്ണങ്ങളെല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ഒരു 2 വേപ്പില കൂടെ ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. കഷ്ണങ്ങൾ വേവണ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം. ഇതൊരു അരമുറി തേങ്ങയുണ്ട്. ഇടത്തരം വലുപ്പത്തിലുള്ള അരമുറി തേങ്ങയുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളിയുടെ ചുളയും കൂടെ കൂട്ടി ഒന്ന് അരച്ചെടുക്കാം. ഇത് പേസ്റ്റ് പോലെ അരച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ അവിയലിൻ്റെ പാകത്തിന് ഉള്ള അരവ് മാത്രം മതി. ചെറുതായിട്ടൊന്ന് ചതഞ്ഞൊക്കെ കിട്ടണ ആ പാകത്തിൽ എടുത്താൽ മതിയാകും. തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ പാകത്തിന് മതിയാകും. ഇതുപോലെ അവിയലിൻ്റെ അതേ പാകം തന്നെ. നമുക്ക് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. മുരിങ്ങാക്കോലൊക്കെ വെന്തിട്ടുണ്ട്. തക്കാളിയും വെന്തിട്ടുണ്ട്. 2 മിനിറ്റോടെ ഒന്ന് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് തേങ്ങ അരച്ചത് ഒഴിക്കാം. നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ചെറിയൊരു ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണിത്. അതുകൊണ്ട് വെള്ളം തീർത്തും വറ്റുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഈ തേങ്ങയൊക്കെ ഒന്ന് വേവണ ഒരു സമയം കൂടെ വേണം. തേങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 തക്കാളി ഇട്ടിട്ടുണ്ട്. എന്നാലും ചെറിയൊരു പുളിയുടെയും കൂടെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സ്പൂണ് തൈരാണ് ഒഴിക്കുന്നത്. ചെറിയൊരു പുളിയും കൂടെ വേണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മുട്ട ഇതിലേക്ക് ചേർക്കാം. മുട്ടേനെ നീളത്തിലൊന്ന് മുറിക്കാം.
കറി ഇത്രയും തിളച്ചാൽ മതിയാകും. നമ്മൾ തേങ്ങ അരപ്പൊക്കെ ഒഴിച്ചിട്ട് ഒരു 3-4 മിനിറ്റോളം തിളപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ മുട്ട മുറിച്ചിട്ടു. ഒരു 2 മിനിറ്റൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെച്ചിട്ട് ഇതൊന്ന് താളിക്കണം. താളിക്കുന്ന വീഡിയോ ഇവിടെ റെക്കോർഡായില്ല കേട്ടോ. അതുകൊണ്ട് ഇതിൽ കാണിക്കാൻ പറ്റുന്നില്ല. സാധാരണ പോലെ എല്ലാ കറികളും താളിക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് താളിച്ച് മാത്രം മതി. അതിൽ ഞാൻ സവാളയാണ് എടുത്തേക്കണത്. ചുവന്നുള്ളിക്ക് പകരം സവാളയാണ് എടുത്തേക്കണത് എന്നുള്ളൂ. ഈ മുട്ട അവിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.